നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ അടുത്ത് അന്തരിച്ച സിനിമാ നടൻ സലീം കുമാർ, അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി. അതിന് 1 കോടി രൂപ ചിലവ് വരും. ആ 1 കോടി രൂപ മുടക്കിയിട്ടാണെങ്കിലും അത് പൂർത്തീകരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വലിയ വിമർശനമൊക്കെ ഒരു വാദം ഇറക്കി. അപ്പോൾ ആ വാദം ഇറക്കിയതിന് ശേഷം നമ്മളതിന് പിന്നെ റിയാക്റ്റീവ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ സിനിമാ നടൻ മാമുക്കോയ മരിച്ചു പോയിട്ട് 3 കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ മകൻ നിസാർ മാമുക്കോയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. കാരണം ഈ സലീം കുമാറിന് സ്മാരകം പണിയുന്ന കാര്യത്തിൽ അദ്ദേഹം എതിർപ്പാണെന്നും, സലീം കുമാറിനല്ല ഇനി സ്വന്തം പിതാവായ അതായത് മാമുക്കോയ്ക്കാണെങ്കിലും ഈ സ്മാരകം പണിയുന്ന കാര്യത്തിൽ അതിന് എതിർപ്പ് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ നികുതിപ്പണം ഉണ്ടല്ലോ, ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഈ നികുതിപ്പണം, അതുകൊണ്ടല്ല സ്മാരകം പണിയേണ്ടതെന്നും, ഒരു കലാകാരനായ സലീം കുമാർ ആയാലും ഇനിയിപ്പോൾ ആര് മരിച്ചു കഴിഞ്ഞാലും നടന്മാർക്ക് സ്മാരകം പണിയണമെന്നുണ്ടെങ്കിൽ സിനിമ അസോസിയേഷൻ, ഫിലിം ചേംബറും വേണ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളും ഡയറക്ടർമാരൊക്കെ ഇടപെട്ടിട്ട്, അങ്ങനത്തെ സിനിമ സംഘടന തന്നെ ഇടപെട്ടിട്ട്, അതുപോലെ തന്നെ കയ്യിൽ നിന്ന് അവർ തന്നെ കാശിറക്കിയിട്ട് പിന്നെ അങ്ങനെ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് തീരുമാനിച്ചിട്ട് ഒരു സ്മാരകം പണിയണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഈ ജനങ്ങളുടെ നികുതിപ്പണം, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതിപ്പണം, അതുകൊണ്ട് സ്മാരകം പണിയാൻ യാതൊരു അർഹതയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. കുമാർ വിമർശിച്ചതിന്റെ പേരിലാണ് സ്മാരകം പണിയുന്നതെങ്കിൽ അത് ചെയ്യേണ്ടത് എറണാകുളം DCC ആണെന്നും നിസാർ മാമുക്കോയ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. ഈ 1 കോടി രൂപ മാമുക്കോയക്കായാലും വേണ്ടെന്നുള്ള, പാവങ്ങളെ നികുതി പൈസ തിരിച്ചിട്ട് എന്ത് ചെയ്തിട്ട് അതൊന്നും ശരിയല്ല. 1 കോടി റുപ്യ അത് ഇനി അന്ന് കുറേ സഖാവിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത പറഞ്ഞതിനോ, കമ്മ്യൂണിസ്റ്റുകാരെ ചീത്ത പറഞ്ഞോ, കോൺഗ്രസ് വന്നതിനാണെങ്കിൽ അത് സർക്കാർ ചെയ്യേണ്ടതല്ല. അത്ര സ്നേഹം ഉണ്ടെങ്കിൽ എറണാകുളം DCCയും സിനിമ ആർട്ടിസ്റ്റുകളും അവിടെയുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളും മറ്റുള്ള സിനിമ ആർട്ടിസ്റ്റുകളും അങ്ങനെ ആർക്കോ കൂടിയിട്ട് വേണമെങ്കിൽ ചെയ്യേണ്ട കേസാണ്. നികുതിപ്പണം അതിന് ചിലവാക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സലീം കുമാറിന് എത്ര കോടിക്ക് വേണമെങ്കിലും സ്മാരകം പണി, അതിന് ഞാനും കൂടെ വെക്കാം. ലിൻഡോ തോമസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. ലിൻഡോ, ഗുഡ് മോർണിംഗ്. കടുത്ത വിമർശനമാണ് നിസാറിൻ്റെത്. ഗുഡ് മോർണിംഗ് സേതു. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ പേരിൽ സ്മാരകം പണിയാൻ UDF സർക്കാർ ആദ്യ ബഡ്ജറ്റിൽ തന്നെ 1 കോടി രൂപ വകയിരുത്തതുമായി ബന്ധപ്പെട്ടാണ് വിമർശനവുമായി മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയ രംഗത്ത് വന്നിരിക്കുന്നത്. പൊതു ഖജനാവിൽ നിന്നും ഇത്തരത്തിൽ 1 കോടി രൂപ മുടക്കി സ്മാരകം പണിയുന്നത് ശരിയല്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ പൊതു ഖജനാവിൽ നിന്നും പണം എടുത്ത് സ്മാരകം പണിയുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് മാമുക്കോയുടെ മകൻ ഉന്നയിച്ചിരിക്കുന്നത്. തൻ്റെ പിതാവ് മാമുക്കോയ്ക്കാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു സ്മാരകം പണിയാൻ പൊതു ഖജനാവിൽ നിന്നും പണം മുടക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ മലയാള സിനിമയിൽ മഹാനടന്മാർ പലരും മരണപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് സ്മാരകം പണിയാനാണെങ്കിൽ ഈ പൊതു ഖജനാവിൽ നിന്നും ഇത്തരത്തിൽ പണം എടുക്കുന്നത് ശരിയല്ല എന്നാണ് നിസാർ മാമുക്കോയ പറഞ്ഞത്. പാവങ്ങളുടെ നികുതിപ്പണമാണ് ഇത്തരത്തിൽ പാഴാക്കുന്നത്. ഈ സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴായി കണ്ടല്ലോ, വളരെ മാന്യമായ ഒരു സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാം. കാരണം അതല്ലെങ്കിൽ എൻ്റെ പിതാവിന് സ്മാരകം പണിതില്ല. സലീം കുമാറിന് സ്മാരകം പണിയാനായിട്ട് 1 കോടി രൂപ മുഖ്യമന്ത്രി നീക്കി വെച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരായാലും ഞാനെതിരാണ്. സ്വന്തം പിതാവായാലും സലീം കുമാർ ആയാലും, പിന്നെ ഈ സലീം കുമാർ ഒക്കെ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് ഒരു സ്മാരകം പണിയുന്നത്? അതായത് മുഖ്യമന്ത്രിനെ വിമർശിച്ച ആളാണ്. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിന്നെ മൂപ്പരുടെ പുള്ളിയുടെ അണികളെയൊക്കെ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഈ സലീം കുമാർ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു താല്പര്യം തോന്നിയത് കൊണ്ട് മാത്രം ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചാണെന്നാണ് പുള്ളി പറയുന്നത്. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ താല്പര്യം തോന്നേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര നടന്മാർക്ക് സ്മാരകം പണിയണം?
മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് മാത്രം സലീം കുമാറിന് ഒരു സ്മാരകം പണിയാന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. പിന്നെ മാമുക്കോയുടെ മകൻ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ കയ്യിലത്തെ സ്വന്തം ജനങ്ങളുടെ കയ്യിലത്തെ പൈസ, അത് നികുതി പണം, ആ പൈസ അല്ല. സിനിമ അസോസിയേഷനൊക്കെ ഇടപെട്ടിട്ട് അവരായിട്ട് തീരുമാനിച്ചിട്ട് ആ സംഘടന തീരുമാനിച്ച് അതിന് കൂട്ടു നിൽക്കണം. അങ്ങനെ ഇടപെട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ മാമുക്കോയ പറഞ്ഞു, അതിന് മാമുക്കോയുടെ മകൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസാർ മാമുക്കോയ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാനും സപ്പോർട്ട് ചെയ്യാം, അല്ല അതിന് ഞാനും കൂടെ നിൽക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ ഇത് ഒരു വേണ്ടാത്തൊരു പരിപാടിയാണ്. കാരണം ശരിയാണ്, ഞാനും അത് തന്നെയാണ് പറയുന്നത്. മാമുക്കോയുടെ മകൻ തന്നെ പറയുന്നത് എനിക്കും പറയാനുള്ളൂ. ഇതിപ്പോൾ എന്ത് കാര്യത്തിലാണ്? ഇപ്പോൾ 1 കോടി രൂപ കേരളം കടക്കണിയിലാണെന്ന് പറയുന്നത്, ഈ കടക്കണിയിലാവുന്ന സ്ഥിതിക്ക് തന്നെ ഈ 1 കോടി രൂപ ഈ മുഖ്യമന്ത്രി എവിടുന്ന് ഒപ്പിച്ചു? ഇപ്പോൾ പ്രിയദർശിനി സർവീസൊക്കെ നിർത്താൻ പോവുകയാണ്, പ്രൈവറ്റ് ബസ് നിർത്താൻ പോവുകയാണ്. എന്താണെന്നറിയോ? സൗജന്യ യാത്ര. ഈ സൗജന്യ യാത്ര കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക്, ബസ്സുകാർക്ക് തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ അതൊക്കെ നിർത്തി, ഞാൻ പറഞ്ഞതൊക്കെ ആകെ പൂട്ടി. ഇപ്പോൾ അധികം അധികാരത്തിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് തന്നെ വീഡിയോയുടെ അണികൾ തന്നെ അവർ തന്നെ ഇറക്കാൻ ഉള്ള ഒരു പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അവർ തന്നെ ഇപ്പോൾ ഈ കോൺഗ്രസിൽ തന്നെ UDP തന്നെ പല ഭിന്നിപ്പുകളും ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. സതീശന് നേർക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ സതീശന് പിന്നെ ഹൈക്കോടതി ഒരു നോട്ടീസ് പുറപ്പെടുവിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഒരു വാണിംഗ് പോലെ. എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ അധോഗതിയാണ്, കണ്ടറിയേണ്ടി വരും. കേരളത്തിലെ ജനങ്ങളിപ്പോൾ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. മറ്റേ പിണറായിക്ക് കൊടി പിടിക്കാനും പിണറായിക്ക് കരിങ്കൊടി പിടിക്കാനും അതുപോലെ തന്നെ പിണറായിനെ ആട്ടിപ്പായിക്കാനും പിണറായിനെ തെറി പറയാനും ഒരുപാട് 90 വയസ്സുള്ള തള്ളന്മാർ വരെ നിന്നിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് വീഡിയോയുടെ അധികാരം, വീഡിയോയുടെ ധാർഷ്ട്യം തന്നെ പറയാം. നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോകണുള്ളൂ മക്കളെ, കേരളത്തിലെ മക്കളോടാണ് ഞാൻ പറയുന്നത്. ഇപ്പം പിണറായി തന്നെ മതിയെന്നൊക്കെ ചില ന്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മതിയായിരുന്നു, എന്നാൽ ഇതിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പം ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വരുന്നൊക്കെ അനുഭവിക്കാം. കാരണം UDF ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ UDF ആണല്ലോ അധികാരത്തിൽ വരുന്നത്. BJP ജയിക്കുമ്പോൾ BJP അധികാരത്തിൽ വരുള്ളൂ. അല്ലാതെ പിണറായിക്ക് അവിടെ കാലാകാലം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ ഗതാഗത മന്ത്രി ആയാലും വകുപ്പ് മന്ത്രി ആയാലും മറ്റവരായാലും മറിച്ചവരായാലും ഒരു വിവരമില്ലാത്ത ഗതാഗത മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇവർക്കൊക്കെ എന്താണ് ഒരു നേരം വെളുത്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വിമർശിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ മാമുക്കോയുടെ മകൻ സംസാരിക്കുന്നപ്പോൾ ഞാൻ കാണിച്ചാലല്ലോ. ഇതൊക്കെ നമ്മളൊന്നും ആരും ഉണ്ടാക്കി പറയുന്നതല്ല, നമ്മളുണ്ടാക്കി പറയുന്നതാണെന്ന് ജനങ്ങൾ കരുതുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ തെളിവ് വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം. ശരി എന്നാൽ ബൈ, ഓക്കെ. പിന്നെയും കാണാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്.